ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് വേണ്ടി ഞാൻ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? പെട്ടെന്ന് ഫസ്റ്റ് ഞാൻ ഇടുന്ന ഡംഡോർക്കിൻ്റെ സിറമാണ്. ഫോക്കസ് ആവുന്നില്ല, ഞാൻ എൻ്റെ താഴെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. സിറം ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇടേണ്ടതും മോയ്സ്ചറൈസറാണ്. ടാനായി, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി കുറച്ച് ഇതിൽ കൊണ്ട് ടാനായിപ്പോയി ഫേസ്. അങ്ങനെ മാറ്റിയെടുത്തുകൊണ്ട് വരണം. കുറച്ചെടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന വാസ്ലിൻ്റെ ആണ്. മോയ്സ്ചറൈസർ ഇച്ചിരി കൂടെ വേണേൽ നമുക്ക് കട്ടിക്കിടാം. എന്നുവെച്ചാൽ മേക്കപ്പും ഫൗണ്ടേഷനും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നല്ല നമുക്ക് നല്ല ബേസ് കിട്ടണ്ടേ. ഇച്ചിരി കൂടെ വേണമെങ്കിൽ കട്ടിക്കിടാം. ഫേസ് കുറച്ച് ടാനായി, കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാനായി. വർക്ക് ചെയ്യുന്നത് ഭയങ്കര വെയിലത്തായതുകൊണ്ട് ടാൻ അടിച്ചു. 2 മാസം വീട്ടിൽ ഇരുന്ന് ഇച്ചിരി ഒന്ന് ടാൻ മാറിയതായിരുന്നു. ടാൻ മാറണം. ഞാൻ കുറച്ചും കൂടെ എടുക്കുവാണ്. ഇച്ചിരി ഒരുക്കത്തി ഇരുന്നാലേ ഇടുന്ന മേക്കപ്പ് കറക്റ്റ് രീതിയിൽ ഒഴുകി വരുത്തുള്ളൂ. ഒഴുകി മീൻസ് കുറച്ച് ഇതായി വരുത്തുള്ളൂ. നമുക്ക് ആ ബേസ് ഒന്ന് ഇച്ചിരി സ്മൂത്തായി കിട്ടത്തോളൂ. പിന്നെ ഇടേണ്ടത് സൺസ്ക്രീൻ. ഇത് സൺസ്ക്രീൻ ഇട്ടിട്ട് പിന്നെ ഇടേണ്ടത് ചുണ്ട് ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി. ഫാനിൻ്റെ സൗണ്ട് കുറച്ച് കേൾക്കുമായിരിക്കും. ഞാൻ മൈക്ക് സെറ്റ് ചെയ്തില്ല, മൈക്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് മൈക്ക് സെറ്റ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ ലിപ്പ് മോയ്സ്ചറൈസർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കൺസീലറാണ് ഇടാൻ പോകുന്നത്. ഐ ഷാഡോ കൺസീലർ ഇട്ടിടാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. മിക്സ് ചെയ്യണം. നമ്മൾ കൺസീലർ ഇടുകയാണ് ഗായ്സ്. കണ്ടോ, 2 കണ്ണിൻ്റെയും ഡിഫറൻസ് കണ്ടു. ഓവറൊന്ന് തോന്നരുത്. ഓക്കേ, നമുക്ക് മിക്സ് ചെയ്ത് ഇടാം, അല്ലാതെ ഇഷ്ടമുള്ള ഷെയ്ഡും എടുത്തിടാം. കുറച്ച്, ഒരുപാട് എടുക്കരുത്. കുറച്ച് മീഷോടേക്കോ എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് മീഷോയുടെ അവിടെ കുറച്ചുണ്ട്. നേരിട്ട് കാണാൻ കറക്റ്റാണ്, ക്യാമറ കൂടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
കുറച്ചും കൂടെ ഒരുപാട് ഇട്ട പോലൊരു ഫീല് തോന്നുന്നു. പക്ഷെ നേരിട്ട് കാണാൻ പക്ക ആണ്. എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്തെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാ സ്ഥലവും ഈവൺ ആക്കണം. എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ കറക്റ്റ് മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് സ്മൂത്തായിട്ട് വരാൻ വേണ്ടി മോയ്സ്ചറൈസർ മസ്റ്റ്. ഒന്നും ഇട്ടില്ലെങ്കിലും മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് കേട്ടോ. എന്നാലേ കറക്റ്റ് സ്മൂത്തായിട്ട് വരുത്തോളൂ. കറക്റ്റിൻ്റെ ഷെയ്ഡുമായിട്ട് മിക്സ് ചെയ്തെന്നാണ് പെട്ടെന്ന് വന്ന പരിപാടി. അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷനിലോട്ട് കിടക്കാം. ഞാൻ 2 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് 2 ഫൗണ്ടേഷൻ തന്നെയാണ്, 2 ഫൗണ്ടേഷനാണ്. ഞാൻ ജസ്റ്റ് സാമ്പിൾ മേടിച്ച് നോക്കി. എല്ലാം ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് 2 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നോർമലിൽ ടാൻ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഷെയ്ഡും കൂടെ കുറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയും ഞാൻ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ നോർമലിൽ എൻ്റെ ഷെയ്ഡുള്ളതും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഷെയ്ഡ് ഇട്ട് നോക്കിയപ്പം 2 എൻ്റെ ഒരേ ഷെയ്ഡ് എനിക്ക് തോന്നി. ഫേസസ് കാനഡയുടെ തന്നെ 3 in 1 ആണ്. മോയ്സ്ചറൈസർ, പ്രൈമർ, ഫൗണ്ടേഷൻ ഇതെല്ലാം ഉണ്ട്, സൺസ്ക്രീൻ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ വരുന്ന ഷെയ്ഡ് ഞാൻ കൊടുത്തിരിക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. വെറും കുറച്ച് ഞാൻ കൈവച്ചാണ് ഇടുന്നത്. രണ്ട് ഫൗണ്ടേഷൻ എൻ്റെ ഷെയ്ഡുള്ളത് കിട്ടി. ഒരെണ്ണം എന്നെ കാട്ടി എൻ്റെ എക്സാക്റ്റ് എൻ്റെ സെയിം കളറും, ഒന്ന് എന്നെ കാട്ടി കറക്റ്റ് ഒന്നും കൂടി ഇച്ചിരി ടോൺ കൂടിയ കളറും. ഇനി കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടം. എന്നാൽ കറക്റ്റ് ഈവനായിട്ട് കിട്ടത്തോളൂ. കുറച്ച് ഞാൻ യൂസ് ചെയ്യത്തോളൂ. ഇന്നത്തെ കാര്യം എനിക്ക് ഫൗണ്ടേഷനും കൺസീലറൊന്നും ഇട്ട് ഒരുങ്ങുന്നതേ എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു പാർട്ടിക്ക് പോകുമല്ലേ എന്ന് വിചാരിച്ചു. ഡിഫറൻസ് കണ്ടോ? ഇതാണ് എൻ്റെ ഒറിജിനൽ കളർ. ഞാൻ പോയി ഫസ്റ്റ് വീട്ടിൽ 2 മാസം ഇരുന്ന ടൈമിൽ ഞാൻ നോർമലിൽ എൻ്റെ ടാനെല്ലാം മാറി നോർമലിൽ എൻ്റെ കളറായിരുന്നു. അപ്പോൾ ഞാൻ പോയി മേടിച്ച ഫൗണ്ടേഷനാണ് ഇത്. പിന്നെ 2 മാസം കൊണ്ട് ഞാൻ 2 മാസമല്ല, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ടാൻ അടിച്ച് ഒരു ഷെയ്ഡ് പാക്കിൽ പോയില്ല. അതിന് മുന്നേ സൺസ്ക്രീനൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്പോഞ്ച് വെച്ചത് ഇടണമെന്നുണ്ട്. എനിക്ക് അതിനോട് വലിയ കറക്റ്റ് നല്ല രീതിയിൽ സ്മജ് ആവില്ല. ഒരുപാട് ഫൗണ്ടേഷൻ വാരി ഇടരുത്. നമ്മൾ കറക്റ്റ് നമ്മുടേതായിട്ടുള്ള ടോണ് കുഞ്ഞു ഒരു ഇച്ചിരി ഇട്ടാൽ മതി. കറക്റ്റ് ഫൗണ്ടേഷൻ നമുക്ക് അനുസരിച്ച് നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മോയ്സ്ചറൈസർ ഇടാൻ ആരും മറക്കരുത്. പിന്നെ സ്കിൻ കെയർ മസ്റ്റ്. പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ മുതലാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണേ. അപ്പോൾ ഞാൻ പിന്നെയും വർക്ക് ചെയ്യാൻ തുടങ്ങിയ മുതലാണ് പിന്നെയും ടാൻ ആവാനും, പിന്നെ അവിടെ പൊടി പോകുന്ന വഴിയിലെല്ലാം റോഡെല്ലാം പൊളിച്ചൊക്കെ ഇട്ടേക്കുക. ഭയങ്കര പൊടിയാണ്. അപ്പം ഉള്ള പൊടിയും അതെല്ലാം അടിച്ച് മുഖത്ത് മൊത്തം കുരുപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. എക്സാക്റ്റ് എൻ്റെ കളർ കൊണ്ടുവന്നു. അതോ അതിനെക്കാട്ടി മൊത്തത്തിൽ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ സെയിം കളർ വരും. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഒരുപാട് ഇട്ട് ഓവറാവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വിടാം. എന്തെങ്കിലും എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
പൊക്കോളും. എനിക്ക് ഫൗണ്ടേഷൻ ഇട്ട് ഒരുങ്ങാൻ വലുതായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളല്ല ഞാൻ. ഇത് കുറച്ച് ഓവറായോ എന്ന് ഡൗട്ട്. കറക്റ്റ് ഇത് കുറച്ച് കാല് വെക്കണം, കുറച്ച് കറക്റ്റ് എൻ്റെ എക്സാക്റ്റ് എൻ്റെ ടോൺ ഇല്ലെങ്കിലും ഇനിയിപ്പോൾ മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളാം. ഈ ഷാഡോ കുഞ്ഞ് ലൈറ്റ് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വേണമെങ്കിൽ ഗ്ലിറ്ററി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു വലിയ മേക്കപ്പ് ലുക്കല്ല ഞാൻ നോക്കുന്നത്. ജസ്റ്റ് മേക്കപ്പ് വേണം, അല്ലെങ്കിൽ നോൺ മേക്കപ്പ് ലുക്ക്. ഇതാണ്. ഫാനിൻ്റെ സൗണ്ട് കാണും, കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കും. ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പം ഐ ഷാഡോ എടുത്താലും ജസ്റ്റ് ഒന്ന് പൗഡർ തട്ടി കളഞ്ഞിട്ട് വേണം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ. നമുക്ക് കൺസീലർ അല്ല, എന്താണ്, ഐ ഷാഡോ നമുക്ക് മേക്കപ്പിന് മുന്നേ ഫസ്റ്റ് വേണമെങ്കിലും ചെയ്യാം, മേക്കപ്പ് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷവും ചെയ്യാം. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോൾ ചെയ്താലും പൗഡർ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ പറ്റും. അങ്ങനെ പറ്റാനുള്ള ഇട വരുത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടെ വെച്ച് തുടയ്ക്കുമ്പോൾ ഇവിടുത്തെ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ ചെയ്തേക്കുന്ന ആ ഡാർക്ക് സ്പോട്ടില്ലേ, അതും കൂടെ നമ്മൾ തേച്ച് വരച്ചാൽ കളയും. ഞാൻ കണ്ണാടിയിൽ ഒരു ഇച്ചിരിയേ ഇട്ടിട്ടുള്ളൂ, പക്ഷെ ക്യാമറയിൽ ഒരുപാട് ഇട്ടുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണാടിയിൽ നേരിട്ട് കാണാനും മണി കുറച്ച് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി ഉണ്ട്, ഇവിടെ ഞാൻ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ക്യാമറ ഇരിക്കുന്നത്. കുറച്ച് ഇട്ടിട്ടുള്ളൂ, പക്ഷെ ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഇട്ട പോലെ ഒരു ഫീല്. പിന്നെ കറക്റ്റ് എൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിൽ എൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കൺസീൽ ചെയ്തിട്ട് എൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ക്യാമറയ്ക്കകത്ത് കുറച്ചും കൂടെ കാണിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. നമുക്കടുത്ത കളറ് പിന്നെ ഒരു കാര്യം ഡിസൈൻ ചെയ്യരുത്. അവിടെ പാടാമെന്ന് പറയാം. ഓൾറെഡി നമ്മൾ ഇവിടെ ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫൗണ്ടേഷനും എല്ലാം കൂടെ ഇളകി അങ്ങ് വരും, കഴിക്കാത്തങ്ങ് പറ്റും. പിന്നെ നമ്മളെപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടാലും ഫൗണ്ടേഷനല്ല, എപ്പോൾ കൺസീലർ ഇട്ടാലും കണ്ണിൻ്റെ അടി ഇടാൻ മറക്കരുത്. അത് കറക്റ്റ് ഫിനിഷ് ഇട്ടിട്ട് കുറച്ചേ ഇടുന്നുള്ളേ. ഇതെല്ലാം ക്യാമറ ബേസ് ആയിട്ട് ഇടുന്നത്. നമുക്ക് ഒരു മോസിൻ്റെ പാലറ്റിൽ നിന്നും അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. കുറച്ച് ഞാൻ ഔട്ടർ കോണിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. സെറ്റ് കണ്ണ് പിന്നെ നമുക്ക് ഐലൈനർ വരയ്ക്കാം. Almost done. പിന്നെ മസ്കാര കളയുടെ
ഡിഫറൻസ് ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ. ഇവിടെ കറക്റ്റ് കണ്ണിനൊരു ബ്രൈറ്റ് വന്ന പോലെ ഇവിടെ ഇനി വരാൻ മീൻസ് ഇല്ല, അങ്ങനെ ഒരു ഫീലാണ്. അപ്പം മസ്കാര ഭയങ്കര ഡിഫറൻസ് നമുക്ക് കണ്ണിൽ കൊണ്ടുവരും. നോക്കി ഇപ്പുറത്തെ കണ്ണി ഞാൻ ജീവൻ വെപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പുറത്തെ കണ്ണും നമ്മൾ താഴേലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെയെന്ന് പറഞ്ഞാൽ താഴെ പറ്റിക്കണമെന്നല്ല, താഴേലും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കോംബ് ചെയ്യണം ഐബ്രോ. കോംബ് ചെയ്തിട്ട് 2 ഐബ്രോയും കോംബ് ചെയ്യണം. ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് പിരിവം വരച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് പിരിവം ത്രെഡ് ചെയ്യാതെ ഒരുപാട് പിരിവം വരച്ചു കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കത്തേ ഉള്ളു, വലുതായിട്ട്. പിന്നെ ബ്രൗൺ ആയതുകൊണ്ട് ഒരുപാട് തിക്നെസ് ഫീൽ ചെയ്യത്തില്ല. വേണമെങ്കിൽ ഞാൻ ഐ ഷാഡോയിൽ കുറച്ചും കൂടെ ഗ്ലിറ്റർ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് അത്രയ്ക്കും വലിയ ഗ്രാൻഡ് മേക്കപ്പ് ലുക്ക് അല്ലല്ലോ നമുക്ക് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു സീരീസിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ബ്ലഷ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എൻസൈറ്റിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ ക്രീം ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കാം. ഇതാണ് ബ്ലഷ്. ക്യാമറ എന്ത് ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, കുറച്ചെടുക്കുക. ഒരുപാടാവരുത്, ഇതേപോലെ ആയിരിക്കണം. ഇത്രേ എടുത്തിട്ടുള്ളൂ. മണി അടച്ചു വയ്ക്കുക. ഒരു ബ്രഷ് എടുക്കുക. ആണോ ഇരിക്കുന്നത് കൈ പോവും. ഇച്ചിരി ഇട്ടാൽ മതി. ഞാനെല്ലാം ഇച്ചിരിയാണ് ഇടുന്നത്. ക്യാമറയിൽ കുറച്ചും കൂടെ എക്സസ് ചെയ്ത് കാണിക്കുന്നൊന്നും എക്സസ് ചെയ്തില്ല, കുറച്ചും കൂടെ ഒരുപാട് ഇട്ടൊരു ഫീല് കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത സ്ഥലത്ത് നമുക്ക് ബ്ലഷ് ചെയ്യാം. മുക്കിലും കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ താടി കുറച്ച് കൂടുതലാണോ എന്നൊരു തോന്നൽ. നമ്മളെന്താണ് റാൻഡമായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് വിടുക. അപ്പോൾ എല്ലായിടും ഈവനായി. ഓക്കെ, അതിൽ കുറച്ച് പ്രോഡക്റ്റ് കാണുമായിരിക്കുമല്ലോ. കാണുമായിരിക്കുമെന്നല്ല, കാണും. ഇസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ഹൈലൈറ്റർ. കുറച്ച് ഇത് വേണമെങ്കിൽ നമുക്ക് മേക്കപ്പിന് മുന്നേ പ്രൈമറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇച്ചിരി കൂടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ കിട്ടും. ഇത് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കിടാം.
ഇവിടെയൊക്കെയാണ് ഗായ്സ് ഇടുന്നത്. അതേ ബ്രഷ് തന്നെ എടുത്ത് ഹൈലൈറ്റ്. ക്യാമറ കുറച്ചും കൂടെ അടുത്ത് വെക്കണോ എന്നൊരു ഡൗട്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വയ്യ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഓയിലായി കറക്റ്റ് ചെയ്യാം. ഇവയുടെ പൗഡർ എൻബേബയുടെ ഇതെൻ്റെ ഷെയ്ഡിനുള്ളതാണ്. ഇച്ചിരി മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടി സെറ്റിംഗ് പൗഡർ. സെറ്റിംഗ് കണ്ടില്ലേ, മാറ്റ് ഫിനിഷ്. മാറ്റ് ഫിനിഷ് അല്ലേ എന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഗ്ലോസി ഫിനിഷ് ഇഷ്ടമാണ്, എന്നാലും ഒന്ന് ചെയ്ത് സെറ്റിലായിരിക്കണമെങ്കിൽ മാറ്റ് ഫിനിഷ് വേണം. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. കഴിഞ്ഞിട്ടുണ്ട് എല്ലാം. നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റർ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം, ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഗ്ലോ കിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനറുമാണ്. അപ്പം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. എത്ര മേക്കപ്പ് ചെയ്താലും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഒരു ഫിനിഷിൽ ഇതായിട്ട് മേക്കപ്പ് ചെയ്യുന്നതായിട്ട് ഇതിൽ കാണുന്നില്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അടുത്ത് വന്നാലും അറിയാൻ പറ്റില്ല. കുറച്ചും കൂടെ ലോങ് ആണെന്ന് തോന്നിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ഒരു സട്ടിൽ മേക്കപ്പ് ചെയ്യുന്നതിന് ഇതുപോലെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വരാം. അല്ലാതെ എനിക്ക് എൻ്റെ കയ്യിൽ ഡാർക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. എനിക്ക് എപ്പോഴും ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഇഷ്ടം, എന്നാലേ കുറച്ചും കൂടെ ഇറച്ചി നിൽക്കത്തുള്ളൂ. ഇത് കറക്റ്റ് എൻ്റെ ഇതൊരു ലിപ്സ്റ്റിക് ഇട്ടൊരു ലുക്കും തരും, ഇടാത്തൊരു ലുക്കും തരും. നോൺ മേക്കപ്പ് ലുക്കിനും നമുക്കിത് പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. എനിക്ക് പേഴ്സണലി എനിക്ക്
നോൺ മേക്കപ്പ് ലുക്കിൽ ഇത് വരുമോ ചോദിച്ചാൽ ഇച്ചിരി അത്യാവശ്യം ഗ്രാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാൻഡ് ആവും, മീൻസ് ഒരുപാട് ഗ്രാൻഡ് ആവുകയും ചെയ്തത്. അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പം ഇട്ടേക്ക് അങ്ങനെ ഡ്രസ്സിനനുസരിച്ച് ഇടുന്നവരുണ്ട്. എപ്പോഴും ന്യൂഡ് മേക്കപ്പ് ഡ്രസ്സിനനുസരിച്ച് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും സൂട്ടാവും. പുറത്ത് പോയാലും ഒരുപാട് മേക്കപ്പ് ചെയ്തൊരു ലുക്ക് തോന്നത്തില്ല. എനിക്ക് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് മേക്കപ്പ്. കുറച്ചും കൂടെ അടുത്ത് വെക്കണമായിരുന്നു ഇല്ലേ ക്യാമറ, എന്നാലേ കറക്റ്റ് ഫിനിഷിങ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളായിരുന്നു. ഓവർ മേക്കപ്പ് ആണെന്ന് ചോദിച്ചാൽ ഓവർ മേക്കപ്പും അല്ല, മേക്കപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ മേക്കപ്പ്. അപ്പം നമ്മളിതിൽ മേക്കപ്പിൻ്റെ എപ്പോഴും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർ, നമ്മുടെ ഷെയ്ഡിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് കടയിൽ പോയി തന്നെ സെലക്ട് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് മേക്കപ്പ് കളർ, കൈയുടെ കളർ ഒരിക്കലും നോക്കിയെടുക്കരുത്. എപ്പോഴും നമ്മൾ നോക്കിയെടുക്കേണ്ടത് കരുത്തിൻ്റെ ഷെയ്ഡോ അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെ ഇവിടുത്തെ ഷെയ്ഡോ നോക്കി, ഇതാണ് നമ്മുടെ ഒറിജിനൽ കളർ, ആ കളറിൻ്റെ ഷെയ്ഡ് നോക്കി വേണം എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങാം. പിന്നെ കൺസീലർ എപ്പോഴും മിക്സ് ചെയ്യുന്ന ഒരു കൺസീലർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മിക്സ് ചെയ്ത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് മിക്സ് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് മാക്സിമം ഷെയ്ഡ് മിക്സ് ചെയ്തിടുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അതേ കണക്ക് തന്നെ കൺസീലറും പോയി കടയിൽ ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ വെയിലത്തിറങ്ങുന്നവരാണെങ്കിൽ ഒരു ഷെയ്ഡ് ഫസ്റ്റ് നമ്മുടെ ഷെയ്ഡ് വാങ്ങുക. പിന്നെ ഒരു ഷെയ്ഡ് എന്താ വെച്ചാൽ നമ്മുടെ ഷെയ്ഡ് ഓൾറെഡി നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മളെ കാട്ടി ഒരു ഷെയ്ഡ് കുറഞ്ഞത് വാങ്ങുക. എന്താ വെച്ചാൽ വെളിയിൽ പോയി ടാൻ അടിക്കുവാണെങ്കിൽ, ടാൻ അടിക്കുന്നവരെ കൂട്ടത്തിലുള്ള മീൻസ് അങ്ങനത്തെ ജോലിയിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, ഞാൻ പുറത്ത്, അപ്പം എൻ്റെ വർക്ക് മൊത്തം പുറത്തായിരിക്കും, പിള്ളേരെ ഇറക്കിക്കൊണ്ടേ വെയിലത്തായിരിക്കും നിൽക്കേണ്ടത്. അപ്പോൾ എൻ്റെ കളറിൻ്റെ ഉള്ള ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കളറിനെ കാട്ടി ഒരു ഷെയ്ഡ് കുറഞ്ഞത്. അപ്പോൾ ടാൻ അടിക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് കുറയുമ്പോഴത്തേക്കും നമുക്ക് ആ കുറഞ്ഞ ഷെയ്ഡിൻ്റെ ടാൻ അടിച്ച ഷെയ്ഡ് നമുക്ക് എന്തായാലും ഒരു ഷെയ്ഡ് കുറയും, മീൻസ് ഒരു ഷെയ്ഡ് താരോട്ട് ഡിമ്മായി വരും ആ ടാൻ അടിക്കുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ആ ഒരു ഷെയ്ഡ് ഡിമ്മായിട്ടുള്ളൊരു ഷെയ്ഡും കൂടെ വാങ്ങുക, മാച്ച് ചെയ്ത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജ്വൽസൊക്കെ ഇട്ട് വലിയ ഗ്രാൻഡായിട്ടല്ല, ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ ക്യാമറ ഫ്രണ്ടിൽ വെക്കണമായിരുന്നല്ലേ, ഞാൻ വിട്ടുപോയി. കുറച്ചും കൂടെ വെച്ച് സ്പ്രേ മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ്, അത് ഞാൻ എൻവൈബയുടെ തന്നെയാണ് യൂസ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് അടുത്തിരുന്ന് അടിക്കരുത്, കുറച്ച് ദൂരെ. എനിക്ക് തോന്നി കുറച്ചും കൂടെ മേക്കപ്പ് അടുത്ത് വന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മേക്കപ്പ് ഇതാണ്. എൻ്റെ ഐലാഷസ് ഇരിപ്പുമുണ്ട്. പിന്നെ എനിക്ക് അതൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ കണ്ണിനകത്ത് എന്തോ ഒരു സാധനം ഒരു കണ്ണിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. കുരുപ്പൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തെറിയുന്നു. നമുക്ക് കുരുപ്പ് പൊങ്ങിയിരിക്കുന്ന കുരുപ്പ് നമുക്ക് അടിച്ചു കുത്തി അകത്ത് തേച്ച് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്തോ പോയി ഡ്രസ്സിട്ട് ജ്വൽസ് ഇട്ടിട്ട് വരും. അപ്പോൾ ഓക്കെ ഗായ്സ്, ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ എന്ത് കമ്മലിടണമെന്നാണ്, ഇതാണ് മൈ ഓർണമെൻറ്റ്സ് പെട്ടി. ടൈമില്ല, ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ മമ്മി എന്നെ ഓട്ടിക്കും. ഓക്കെ, നമുക്ക് ഇതിടാം. മാല ഇടണ്ട, സിമ്പിൾ ലുക്കല്ലേ. നമുക്ക് ഓക്കെ, ഞാൻ നേരത്തെ ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ
സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. ഓ മൈ ഗോഡ്, ഇങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി ഞാൻ സ്മൂത്തൻ ചെയ്ത മുടിയാ, കേളാവൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ കേളിങ്ങിൻ്റെ സാധനം ഊരാം. കേള് കറക്റ്റായിട്ടുണ്ട് ഗായ്സ്, സെറ്റ് ആയിട്ടുണ്ട്. ഒരുപാടായില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്. പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, എൻ്റെ മുടി ഞാൻ ഓൾറെഡി സ്മൂത്തൻ ചെയ്തുകൊണ്ട് കേളാവില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരുപാട് കേളായില്ലെങ്കിലും അത്യാവശ്യം കേളായി കിടപ്പുണ്ട്. ഇങ്ങനെ ഇടുന്നതായിരിക്കും കൂടെ ബെറ്റർ. ജസ്റ്റ് ഒന്ന് നോക്കാം, ഇങ്ങനെയായിരിക്കും കുറച്ചും കൂടെ. എൻ്റെ ഞാൻ ചീവാത്ത എന്താണെന്നറിയോ, ഓൾറെഡി ഞാൻ കേളല്ല സ്മൂത്ത് ചെയ്തിട്ടിരിക്കുന്ന മുടിയായതുകൊണ്ട് ചീവി കഴിഞ്ഞാൽ ആ ഇപ്പം കേളായിരിക്കുന്ന മുടി കേള് മാറും. കൊള്ളാം, ഇങ്ങനെ വെക്കണം. പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് എയർ ലുക്ക്. അത് വേറെ വല്ല ഹെയർ സ്റ്റൈൽ കെട്ടണോ? ലൈവായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. വീട്ടിൽ അകത്ത് മമ്മിയെടുത്ത് ഞാൻ ചോദിച്ചിട്ട് പറയാം. മമ്മിയുടെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ എനിക്ക് മുടി ഫ്രണ്ടിലിടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പഫി ആയിട്ട് കെട്ടണമെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് താഴെ ഒട്ടിപ്പോയൊരു ഫീല്. കമ്മല് കാണുന്നുണ്ടോ നിങ്ങൾ? കമ്മല് കൂടെ കാണാനല്ലേ ഇടുന്നത്. കുറച്ച് ഹെയർ സ്റ്റൈൽ പഠിക്കണം. ഇപ്പോഴും ഒരേ ഒരു ഹെയർ സ്റ്റൈൽ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കൂടെ ഷോളുണ്ട്, ഒരു മുസ്ലിം കട്ടൊക്കെ ഉണ്ടില്ലേ, അതെനിക്ക് തോന്നിയായിരിക്കാം മേ ബി. എങ്ങനെയുണ്ട് ഈ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനിയും കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, മേക്കപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും വേണമെങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേൾ ചെയ്ത് കിടക്കുന്ന മുടി. പക്ഷേ ഇച്ചിരി കൂടെ കേളായി കടന്നേനെ. ഞാൻ ഓൾറെഡി എൻ്റെ സ്മൂത്തനിങ് ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്തനിങ് ചെയ്ത് കിടക്കുന്ന ഹെയർ ആയതുകൊണ്ട് ഒരുപാട് കേളിങ് ഒരുപാട് നേരം കിടക്കത്തില്ല. പിന്നെ ഞാൻ ഇതൊന്നും സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചല്ല ഞാൻ കറക്റ്റ് ഇതൊന്നും ചെയ്ത് വെച്ചത്. രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് മുടി ചീവിയിട്ട് ഞാൻ ആ സാധനം വെച്ചൊന്ന് റോൾ ചെയ്ത് വെച്ച് കൂടിപ്പോയി 2 മിനിറ്റ് അല്ല 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് കാണുമായിരിക്കാം. പക്ഷേ ഹെയർ എങ്ങനെയാണ് സ്മൂത്ത് ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ലോങ് ലാസ്റ്റിങ് ചെയ്യും ആ കേൾസ്. പക്ഷേ എൻ്റെ ഓൾറെഡി ഞാൻ സ്മൂത്ത് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടായതുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചാലും കേൾ ഒരുപാട് നേരം നിൽക്കുമെന്ന് മീൻസ് നിൽക്കത്തില്ല. അല്ലാതെ നോർമലിലുള്ള ഹെയർസിനാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് വെക്കുവാണെങ്കിൽ ഒരുപാട് നേരം ലോങ് ലാസ്റ്റ്. വിട്ട് നോൺ മേക്കപ്പ് ലുക്ക് തന്നെയാണ്, ഒരുപാട് മേക്കപ്പ് ഇട്ടൊരു ഫീലില്ല. പിന്നെ ഐ മേക്കപ്പ് കൺസീലർ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കളർ ചേഞ്ച് എപ്പോഴും വന്നിട്ടിരിക്കുവാണെങ്കിൽ ഒറ്റ കൺസീലർ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്, മിക്സ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ആ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പറയുന്നുണ്ടല്ലേ, അത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം. ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്താകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ പോകത്തില്ല. ഈ ഒറ്റൊരു പാലറ്റ് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച്
ഈ ഒരു ഒറ്റ ഒരു പാലറ്റ് എല്ലാ കളറുമായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ 3 എണ്ണമായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മീൻസ് എൻ്റെ ടോണുള്ള എന്നെക്കാട്ടി ഒരു ഇച്ചിരി കൂടെ ഫെയർ ആണ് 2 ഈ ഷെയ്ഡിൻ്റെ NYBയുടെ കളർ കറക്റ്റിൻ്റെ ഷെയ്ഡിൻ്റെ. അപ്പം ഇതുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. അല്ലാതെ എപ്പോഴും വെയിലത്ത് പോയി കറങ്ങി നടന്നിട്ട് വാങ്ങുന്നവർക്ക് കൺസീലർ, നോർമൽ കൺസീലറിൻ്റെ പിന്നെ നിങ്ങൾ 2-3 വാങ്ങേണ്ടതായിട്ട് വരും. ഇതിൽ ആ കൺസീലർ ഇല്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫൗണ്ടേഷനായിട്ട് വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആളിൻ്റെ കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. അപ്പം മേക്കപ്പ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, കുറച്ച് ഷോയൊക്കെ കണ്ടിട്ട് വരാം. കുറച്ച് ഷൂട്ടൊക്കെ എടുത്തിട്ടും ഷോയൊക്കെ കണ്ടിട്ട് വരാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഇതിൽ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അപ്പോൾ ആ ഗീവ് അവേയിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ നോക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നിൽ മീൻസ് അതിൻ്റെ വീഡിയോ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണ് ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത്, എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നായിരിക്കും ഗീവ് അവേ പ്രൈസ് അനൗൺസ് ചെയ്യുന്നതും, എന്നായിരിക്കും അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കാം. അപ്പോൾ ഓക്കെ ബൈ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മേക്കപ്പ് ഇല്ല എന്നെങ്കിൽ ഇച്ചിരി മേക്കപ്പ് അങ്ങനെ പറയാൻ പറ്റത്തില്ല.